RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ സ്വകാര്യ സന്ദർശനമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരിച്ചത്. ഈ സ്ഥിരീകരണം വന്നതോടുകൂടി CPM വീണ്ടും പ്രതിരോധത്തിലാണ്. സർക്കാരും ഇത് വിശദീകരിക്കാൻ നിർബന്ധിതമാകും. CPI ഇപ്പോൾ ആ കാര്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശകലനവുമായി ചേരുന്നത്. ദിലീപ്, അജിത് കുമാർ ഏത് സഹപാഠിയെ വേണമെങ്കിലും കണ്ടുകൊള്ളട്ടെ, പക്ഷേ അതിൻ്റെ ഒരറ്റത്ത് ദത്താത്രേയ ഹൊസബലയെ പോലെ RSSന്റെ ഒരു ദേശീയ നേതാവ് ഉണ്ടാവുക. അദ്ദേഹം RSSന്റെ പ്രധാന ചുമതല വഹിക്കുന്ന ആൾ മാത്രമല്ല, RSSും BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് ആ കൂടിക്കാഴ്ച സഹപാഠിയുടെ തലയിൽ വെച്ചുകൊണ്ട് അനൗപചാരികമെന്ന് വിശദീകരിക്കാൻ എത്രത്തോളം അജിത്തിന് കഴിയും? അത് ഏറ്റെടുക്കാൻ സർക്കാരിനും CPMനും എത്രത്തോളം കഴിയും? വേണു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ ഒഴിവാക്കിയത് BJP നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു ചർച്ച നടത്തി എന്നാരോപിച്ചാണ്. അതേസമയം തന്നെ മറുവശത്ത് ഭരണതലത്തിൽ ADGP MR അജിത് കുമാർ RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബല്ലയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഈ ചർച്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. വിവിധ കേസുകളിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കുക എന്ന പ്രധാന ദൗത്യം. അതോടൊപ്പം തന്നെ CPIM RSS അല്ലെങ്കിൽ BJP ആ ബന്ധത്തിൻ്റെ പാലം ADGP MR അജിത് കുമാറാണ്. ഈ ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കി UDF മാറ്റാൻ പോകുന്നത് CPIM BJP ബന്ധമാണ്. അതിൽപ്പെട്ട ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രിയും CPIMും സംരക്ഷിക്കുന്നു. ഈ വിഷയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം ആ നിലയിൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷം മെയ് മാസം 22-ാം തീയതിയാണ് പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSSന്റെ ക്യാമ്പ് നടന്നത്. ഈ ക്യാമ്പിനെത്തിയ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി അദ്ദേഹം ചർച്ച നടത്തി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ADGP MR അജിത് കുമാർ ഇക്കാര്യം സമ്മതിച്ചതോടുകൂടി ഇത് വിമർശനം കൂടുതൽ ശക്തമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്തിടെ തന്നെ ഉയർന്നിട്ടുള്ള PV അൻവർ MLA ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ അതേ തസ്തികയിൽ നിലനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്ന തസ്തികയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷണ കവചം തീർത്തിരിക്കുന്നത് എന്ന പ്രതിപക്ഷ ആരോപണം കൂടുതൽ ശക്തമാകും. CPIMും അതോടൊപ്പം തന്നെ സർക്കാരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷ വിമർശനങ്ങളിൽ ഒക്കെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. അവർ കൂടുതൽ ഇക്കാര്യത്തിൽ വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വേണു, ശരി. ദിലീപ് കുമാറാണ് വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്.